Good morning, all. Welcome back to our new session. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മെന്റൽ ഓർ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ പറ്റിയാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് മെന്റൽ ഡിസോർഡേഴ്സ്. മെന്റൽ എബിലിറ്റി ഉള്ള കുട്ടികളുടെ കാര്യങ്ങളും അതുപോലെ അവരുടെ ഡെവലപ്മെന്റ്സും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്തെല്ലാം ഡിസോർഡേഴ്സ് ആണ്, മെന്റൽ ഡിസോർഡേഴ്സ് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ ബാധിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് നമ്മളിവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇതിന്റെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്താണെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഈ എക്സ്പ്ലനേഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പൊ മെന്റൽ ഡിസോർഡേഴ്സ് കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്, അവരുടെ തിങ്കിങ് പ്രോസസ്സിലും ഇമോഷൻസിലും ബിഹേവിയറിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ അവരുടെ പഠന രീതികളിലും പഠനത്തിലും സോഷ്യൽ ലൈഫിലും ഒക്കെ ഇതിന്റെ ഇന്ററപ്ഷൻസ് ഉണ്ടായിരിക്കും. ഏർലി ആയിട്ട് നമ്മൾ ഇതിനെ ഡിറ്റക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. മെന്റൽ ഡിസോർഡർ അല്ലെങ്കിൽ ചിലതിനെ സംബന്ധിച്ച് കംപ്ലീറ്റ്ലി മാറ്റാവുന്നതാണ്, ചിലതൊന്നും നമുക്ക് അങ്ങനെ ക്യൂർ ചെയ്യാനും പറ്റില്ല. കോമൺ ആയിട്ടുള്ള ചൈൽഡ് മെന്റൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്? ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അഥവാ ASD, ആൻസൈറ്റി ഡിസോർഡർ, ഡിപ്രഷൻ, കണ്ടക്ട് ഡിസോർഡർ CD, ഓപ്പോസിഷൻ ഡീഫിയന്റ് ഡിസോർഡർ ODD, ലേണിംഗ് ഡിസോർഡേഴ്സ്. എന്താണ് അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ADHD ഡിസോർഡർ എന്ന് പറയുന്നത്? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് ഇൻഅറ്റൻറ്റീവ് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, ഇമ്പൾസീവ് ആയിരിക്കും കുട്ടികൾ. ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ജനറ്റിക്കും അതിന്റെ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ബിഹേവിയറൽ തെറാപ്പിയിലൂടെയും മെഡിക്കേഷനിലൂടെയും പാരന്റ് ട്രെയിനിങ്ങിലൂടെയൊക്കെയാണ് നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുന്നത്. ASD അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കുക, സോഷ്യൽ സ്കിൽസിൽ ഡിലേ ഉണ്ടാവുക, റെപ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും, അതായത് ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് ജനറ്റിക്കലുണ്ട്, ബ്രെയിൻ ഡെവലപ്മെന്റ് ഫാക്ടേഴ്സും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏർലി നമ്മളിത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറാപ്പിയിലൂടെയും സ്പീച്ച് തെറാപ്പിയിലൂടെയും ബിഹേവിയറൽ സപ്പോർട്ടിലൂടെയൊക്കെ നമുക്ക് ഇതൊരു പരിധി വരെയൊക്കെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്തത് ആങ്സൈറ്റി ഡിസോർഡർ. ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഉണ്ട്. നമുക്കറിയാം അത്യാവശ്യം കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ജിജ്ഞാസ വേണം, പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ഈ പ്രോബ്ലംസ് ഇത് വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയുക മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ എല്ലാവർക്കും ഒക്കെ ആങ്സൈറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ സ്ലോ ചെയ്യുന്ന രീതിയിൽ ഇത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കേണ്ടി വരുന്നത്. ഫിയർ ഇതിന്റെ ഒരു സിംറ്റം ആണ്, അതുപോലെ വറി, റെസ്റ്റ്ലെസ്നെസ് ഒക്കെ. കൗൺസിലിങ്ങിലൂടെയും റിലാക്സേഷൻ പ്രോഗ്രാംസിലൂടെയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഇതൊരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത വരുന്നത് ഡിപ്രഷൻ ആണ്. അതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക, അതുപോലെ എല്ലാ കാര്യത്തിൽ നിന്നും ഉൾവലിഞ്ഞു പോവുക, കോൺസെൻട്രേഷൻ കുറവായിരിക്കും, എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നവരായിരിക്കും. അതിന്റെ ഒരു കോസസ് അല്ലെങ്കിൽ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഫാമിലിയിൽ നിന്നുള്ള സ്ട്രെസ് ആയിരിക്കാം, എന്തെങ്കിലും ചിലപ്പോൾ ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക്കലി നമുക്ക് ഇത് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറാപ്പി, അതുപോലെ തന്നെ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, സംടൈംസ് ഇത് നമുക്ക് മെഡിക്കേഷനിലൂടെയും കുറച്ചൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കണ്ടന്റ് അല്ലെങ്കിൽ ഓപ്പോസിഷൻ ഡീഫിയന്റ് ഡിസോർഡർ എന്ന് പറഞ്ഞെങ്കിൽ അഗ്രസീവ് ആയിട്ടായിരിക്കുള്ളൂ, നുണ പറയുന്നവരായിരിക്കും, റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ഈ ODD എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് ചെയ്തിരിക്കും, എപ്പോഴും വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, ഈസിലി ആയിട്ട് അവർ പെട്ടെന്ന് അനോയിഡ് ആയിപ്പോയിരിക്കും. ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പി എന്ന് പറയുന്നത് ബിഹേവിയറൽ തെറാപ്പി, പോസിറ്റീവ് ഡിസിപ്ലിൻ ഒക്കെയാണ്. പക്ഷെ അത് എപ്പോഴും പലപ്പോഴും സാധ്യമാകാറില്ല എന്നുള്ളതാണ് ഈ കുട്ടികളുടെ കാര്യത്തിൽ വരുന്നത്. അത് ഒരുപാട് കാലം നമ്മൾ ഇവരുടെ പുറകെ നടന്നാൽ മാത്രം ചിലപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ചില ആൾക്കാരെ പറ്റി പറയില്ലേ, ഇൻബോൺ ക്രിമിനൽ ആണെന്നൊക്കെ പറയുന്ന പോലെ ഒരു വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. അത് ലേണിംഗ് ഡിസോർഡേഴ്സ് ആണ്. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നിങ്ങനെയാണ്